ഹലോ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് റാണിപുരം. നമ്മള് ശ്രദ്ധിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നോക്കുക റണ്ണിങ്ങിന് ആരാ പോവാ നോക്കുക. ആ ചെരുപ്പെടുത്താണ്, ചെരുപ്പ് പിടിക്കും. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഒരു ലെവലേശം തെന്നിയാ മതി, എല്ലാ പുറത്തും വിടും. ആ മഴവില്ലുണ്ട് അവിടെ കേട്ടാ. ഇല്ല, കോടെങ്ങനെ പോകുന്നുണ്ട്, ഒക്കെ ബാക്കിലാണ്. ഇതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇടയ്ക്കിങ്ങനെ ഓരോ നല്ല നല്ല വ്യൂ ഉണ്ട്, നല്ല രസമുള്ള സ്ഥലങ്ങൾ. ഇവിടുന്ന് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ചർച്ച് കാണുന്നുണ്ട്. അത് എവിടുത്തെ ചർച്ചാണെന്ന് അറിയില്ല. ഇവിടുന്ന് ആ ചർച്ച് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വ്യൂ, ഭയങ്കര കാഴ്ച തന്നെയാണ്. ചർച്ച്, പിന്നെ വേറെ സ്കൂള് കാണുന്നുണ്ട്. ആ ചങ്ങായിമാരെ കാണുന്നില്ല, കാരണം ഞാൻ ഇവിടെ കത്തിക്കാണ്. പെട്ടെന്ന് വാ, ഒറ്റ കൂട്ടായിട്ട് പോണം, നമ്മൾ കൂട്ടായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ഏതൊരു വഴിക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു ടീമായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകൾ അവിടെ, ചില ആളുകൾ ഇവിടെ, അങ്ങനെ ചെയ്യരുത്. കൂട്ടമായിട്ട് തന്നെ പിന്നെ പോകണം. ഒരു വല്ലാത്ത സ്ഥലം തന്നെ കേട്ടോ, കണ്ടങ്ങള് കണ്ടില്ലേ? ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഈ പാറങ്ങാനും കൊണ്ട് ഇളകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റില്ല. കണ്ട, ഇതൊക്കെ മണ്ണിലാ നിൽക്കുന്നത്. ഒരുപാട് ചിന്തിക്കാനില്ലേ? നമ്മളിവിടൊക്കെ വന്നിട്ട് അങ്ങോട്ട് അടപടലം മറിച്ചിട്ട് പോയാലൊന്നും പോരാ, കുറക്കെ ചിന്തിക്കണ്ടേ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ. ഹായ് പ്രിയപ്പെട്ടവരെ, ഇപ്പം ഞാനുള്ളത് റാണിപുരത്ത് ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ പിന്നെ കുട്ടികൾക്ക് അതുപോലെ വലിയവർക്ക് അങ്ങനെയൊക്കെ വ്യത്യസ്ത റേറ്റാണുള്ളത്. ഇവിടുന്ന് എത്ര ചേച്ചി, ഇവിടുന്ന് എത്ര കിലോമീറ്റർ നടക്കാണ്ട്? ഒരു വീഡിയോ ആവല്ലോ. 2.5 കിലോമീറ്റർ ഇവിടെ നിന്ന് നടക്കണം അത്ര. അത് നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലം അവിടെ എത്തുമല്ലേ? ആ കാണുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ ഓക്കെ, നമുക്കവിടെ പോവാം. ഇതിങ്ങനെ തന്നെയാണോ മേലെ വരെയെന്ന്? അല്ല, ഇതേ ഞാൻ ആദ്യമാണ് കണ്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ റാണിപുരം ഇത് കേൾക്കുമ്പോൾ ഇവിടുത്തെ കുറിച്ച് തന്നെ കുറേ നടക്കാണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരണ്ട എന്ന് തീരുമാനിച്ചാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ റാണിപുരത്ത് ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നടത്തൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് തീരുമാനിച്ചതാണ്. പിന്നെ ഇവരെ കൂടി പറഞ്ഞപ്പോഴാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ നടക്കാനല്ല, കയറാനാണ്. കണ്ടാ, അവരോട് അപ്പുറം പറഞ്ഞാട് ഭക്ഷണം കഴിച്ചോ ഒന്ന് രണ്ടാളോട്. ഞങ്ങൾ രണ്ടാളും കഴിച്ചു. ഒരു ടീം മുന്നിലുണ്ട്.
ഇത് ലൈവല്ലല്ലോ. രണ്ടാൾക്കാർ വരുന്ന വഴിക്കേ അട്ട ഉണ്ട്. അട്ട കയറാൻ തുടങ്ങിയെന്നിട്ടാണ് നീന്ന്. ഞാൻ പിന്നെ അട്ടയെ നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. കടിക്കുന്നേ കടിക്കട്ടെ. ഈ അട്ട നല്ലതാണ് അത്ര കടിക്കുന്നത്. ഈ അട്ടയുടെ ഉമിനീര് നമ്മുടെ രക്തത്തിൽ കലരുന്നത് നല്ലതാണ്. അപ്പം ഞാനിതിന് അട്ട കടിക്കട്ടെ. അത് നോക്കുന്നില്ല. ഷോർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പടച്ചവുണ്ട്. അത്യാവശ്യം കോടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അട്ടേ ഉള്ളൂ. കിട്ടിയാ അട്ട കടിക്കുന്നത് നല്ലേ. വിട് വിട്. അട്ട കിട്ടിയാ അങ്ങനെ നടന്ന് നടന്ന് റാണിപുരം ടൂറിസ്റ്റ് കാടല്ല, മലയാണ്. മല മല മലയാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ വേർത്ത് തുടങ്ങി. തണുപ്പുണ്ട് എന്നാലും വേർക്കുണ്ട്. തണുപ്പറിയണില്ല ഇപ്പോള്. ഇപ്പൊ തണുപ്പൊക്കെ പോയിട്ട് ചൂടായി. പക്ഷെ കോട ഉണ്ടാകാൻ കോടയുണ്ട്. കോട കോട നല്ലതാണ്. ഇവിടെ ഒന്ന് വന്നിട്ടൊന്ന് കയറി മറിഞ്ഞാല് തടി ഒന്ന് ഫിറ്റാവും. വരും വരും വരും. പിന്നെ ഇങ്ങോട്ട് റാണിപുരം കയറുന്ന സമയത്ത് ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. ഇപ്പൊ ഈ ബാക്കിൽ വരുന്നവരൊക്കെ യങ് ടീമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ മുന്നിലെത്തി. അതൊക്കെ ബാക്കിലുണ്ട്. എന്നല്ല അല്ലെങ്കിൽ നടന്ന് കാണിക്കുക. ഇതാ ലൈവ് ഇടാ. വരും വരും വരും. നിങ്ങൾ വരി. അല്ല നിങ്ങൾ വരി. നിങ്ങള് വാചകം അടിച്ചാ പോരല്ലോ. കണ്ടോ ഏറ്റവും ബാക്കിലേ ഞാൻ ഉണ്ടായിരുന്നേ. യങ് ടീം കണ്ടില്ലേ. പോകുന്ന വഴിക്കുള്ള ഓരോ സ്ഥലമാണ്. അടിപൊളി. ആടാ ഉസ്താദെ, നാവൂര് ഇതേപോലത്തെ സ്ഥലമല്ല. നാവൂര് ദർഗയാണ്. ആ മഴവില്ലുണ്ട് അവിടെ ട്ടാ. മഴവില്ലേ. ഇതൊക്കെ തന്നെ ഇവിടുത്തെ വൈബ്. കണ്ടാ ഇല്ല കോടങ്ങനെ പോകുന്നുണ്ട്. ഒക്കെ ബാക്കിലാണ്. ഇതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ നല്ല നല്ല വ്യൂ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാണാനുള്ള വൈബ്. ഈ പ്രകൃതി ഒരു സംഭവം തന്നെയാണല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. മാഷാ അല്ലാഹ്. ഇവിടുന്ന് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരു ചർച്ച് കാണുന്നുണ്ട്. അത് എവിടുത്തെ ചർച്ചാണെന്ന് അറിയില്ല. ഇവിടുന്ന് ആ ചർച്ച് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു വ്യൂ, ഭയങ്കര കാഴ്ച തന്നെയാണ്. ചർച്ച്, പിന്നെ വേറെ സ്കൂള് കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് റാണിപുരത്തെ വൈബ്. വരികയാണെങ്കിൽ രാവിലെ സമയത്താണ് വരേണ്ടത്. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ വേർത്തു. നടന്നതാ വീണ്ടും ഒരു
ഇരുട്ട് മൂടിയ ഒരു വനത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുകയാണ്. ആ മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ലൊരു ഇതാണ്. എപ്പോഴും നമ്മൾ വഴിക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഒരു വല്ലാത്ത സ്ഥലം തന്നെ കേട്ടോ. കണ്ടങ്ങള് കണ്ടില്ലേ? ഇവിടെ നിന്നൊക്കെ അങ്ങനെ ഈ പാറങ്ങാനും കൊണ്ട് ഇളകി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റില്ല. കണ്ട ഇതൊക്കെ മണ്ണിലാ നിക്കുന്നത്. ഒരുപാട് ചിന്തിക്കാനില്ലേ? നമ്മളിവിടൊക്കെ വന്നിട്ട് അങ്ങോട്ട് അടപടലം മറിച്ചിട്ട് പോയാലൊന്നും പോരാ, കുറൊക്കെ ചിന്തിക്കണ്ടേ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഓരോരോ ദൃഷ്ടാന്തങ്ങൾ തന്നെയല്ലേ അതൊക്കെ. വീണ്ടും കുറച്ച് ചെങ്കുത്തായ സ്ഥലത്ത് ഇനി കയറി വന്നാലേ ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിനില്ലാത്ത പേരൊന്നുമില്ല. ഓ ഞങ്ങള് ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. ഇതിന്റെ മെയിൻ വ്യൂ ഒക്കെ എത്തിയേക്കണ? പ്രധാനപ്പെട്ട പിന്നെ പോയിന്റ് എത്തിക്കണ? ഇല്ല. ആ ഇതൊക്കെ ഓരോരോ അട്ട കടിക്കട്ടെ. അട്ട നല്ലതാ. ആനണ്ടാവുന്ന സ്ഥലം അല്ലേ? സത്യം പറഞ്ഞാൽ ചാറ്റൽ മഴയുണ്ട്. ആ ഭാഗത്ത് നല്ല കോടയുണ്ട്, ഇവിടെ നല്ല മഴയുണ്ട്. പിന്നെ ഈ കയറ്റം കയറുക തന്നെ, കയറ്റല്ല മല. പോകുന്ന വഴിക്ക് കിട്ടിയ മറ്റൊരു പ്ലേസാണ്. അത് അട്ട അവിടെ കടിക്കട്ടെ, ഞാൻ കടിച്ചുകൊണ്ട് ഞാൻ അതിനെ സംരക്ഷിക്കുന്നു. മഴയത്ത് ഇങ്ങനെയുണ്ട്, അടിപൊളി. ഹലോ ഗൈസ്, അപ്പൊ ഇതൊക്കെയാണ് റാണിപുരം. റാണിപുരത്തെ ഞങ്ങളിപ്പോ ഇതിന്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. ഇത് കണ്ടില്ല നിങ്ങള്? നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്റെ ചെരുപ്പ് നല്ല ഗ്രിപ്പുള്ള ചെരുപ്പായതുകൊണ്ട് ഓക്കെ. ഞാൻ മഴത്ത് അതിനനുസരിച്ചിട്ട് ചെരുപ്പ് എടുത്താണ്. അത് അവിടുന്ന് ടീം വരുന്നുണ്ട്. ആ ചങ്ങായിമാരെ കാണുന്നില്ല, കാരണം ഞാൻ ഇവിടെ കത്തുക്കാണ്. പെട്ടെന്ന് വാ. ഒറ്റ കൂട്ടായിട്ട് പോണം, നമ്മൾ കൂട്ടായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ഏതൊരു വഴിക്ക് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഒരു ടീമായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ആളുകൾ അവിടെ, ചില ആളുകൾ ഇവിടെ, അങ്ങനെ ചെയ്യരുത്. കൂട്ടമായിട്ട് തന്നെ പിന്നെ പോകണം. കൂട്ടം ഒരിക്കലും തെറ്റാൻ പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അഥവാ എന്തെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചാൽ അപ്പോൾ ആ ഒരു ടീമായിട്ട് പോകുമ്പോൾ ആ ടീമായിട്ട് തന്നെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നിൽക്കണം. മാഷാ അല്ലാഹ്. വല്ലാത്ത വൈബുള്ള സ്ഥലം. താഴെ കറങ്ങാനാ പണി. താഴെ